പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജൂൺ 20 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സ് ആണ്. സ്കൂൾ വിദ്യാഭ്യാസ സൂചികയിൽ കേരളം അതിൻ്റെ ഗ്രേഡ് നിലനിർത്തി. പ്രധാനമന്ത്രി മോദിയുടെ ക്രൊയേഷ്യയിലേക്കുള്ള ചരിത്ര സന്ദർശനം. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ INS അർണാലയ്ക്ക് ആവശ്യമായ മുഴുവൻ പ്രത്യേക സ്റ്റീലും സെയിൽ നൽകുന്നു. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കേരള റീറ്റെയിൻസ് ഇറ്റ്സ് ഗ്രേഡ് ഇൻ ദി സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻഡെക്സ്. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് സ്കൂൾ വിദ്യാഭ്യാസ സൂചികയിൽ കേരളം അതിൻ്റെ ഗ്രേഡ് നിലനിർത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കുന്ന ഒരു സൂചിക ഇത് പ്രകാരം കേരളം അതിൻ്റെ ഗ്രേഡ് നിലനിർത്തി. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് 2.0-ൽ കേരളത്തിൻ്റെ ഗ്രേഡ് ഏതാണ്? പ്രശസ്ത 3. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ള പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് 2.0-ൽ കേരളത്തിൻ്റെ ഗ്രേഡ് ആണ് പ്രശസ്ത 3-ൽ പെടുന്നു. 10 ലെവലിലുള്ള ഗ്രേഡിംഗ് ആണ് യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഗ്രേഡിംഗ് ആണ് ദക്ഷ്, അത് കഴിഞ്ഞ ഉത്കർഷ്, മൂന്നാമത്തേത് അതി ഉത്തം, നാലാമത്തേത് ഉത്തം, അഞ്ചാമത്തേത് പ്രശസ്ത 1, ആറാമത്തേത് പ്രശസ്ത 2, ഏഴാമത്തേത് പ്രശസ്ത 3. കേരളം 7ാമത്തെ ഗ്രേഡിലാണ്. അതായത് പെർഫോമൻസിൻ്റെ ഇൻഡെക്സിൽ 31%-ൻ്റെയും 40%-ത്തിന് ഇടയിൽ വരുന്ന ആ ഗ്രേഡ് ആണ് പ്രശസ്ത 3. അത് കഴിഞ്ഞാൽ പിന്നെ ആകാംക്ഷി 1, ആകാംക്ഷി 2, ആകാംക്ഷി 3 എങ്ങനെയാണ്. ഏറ്റവും ടോപ്പ് ലെവലാണ് ദക്ഷ്. ഇതനുസരിച്ച് കേരളത്തിൻ്റെ ഗ്രേഡിംഗ് പറയുമ്പോൾ ഇതിൽ കേരളം പ്രശസ്ത 3-ലാണ്. അതായത് 7ാമത്തെ ഗ്രേഡിലാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് 2.0-ൽ കേരളത്തിൻ്റെ സ്കോർ എത്രയാണ്? 2023-24 594.2. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്കോർ ആണ് 594.2. അതായത് ഓരോ ഗ്രേഡിങ്ങിനും ഓരോ പെർഫോമൻസ് അനുസരിച്ച് ഗ്രേഡിംഗ് നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും പെർഫോമൻസ് മോശമാണ് കേരളത്തിൻ്റെ. ഈ പ്രാവശ്യം കേരളത്തിൻ്റെ ഗ്രേഡ് 594.2 ആണ്. എന്നാലും 7ാമത്തെ ഗ്രേഡിലാണ് കേരളം ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് പ്രശസ്ത 3 എന്ന ഗ്രേഡിലാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം. ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന മറ്റു സംസ്ഥാനങ്ങളാണ് പഞ്ചാബ്, ഡൽഹി, ഗുജറാത്ത്, ഒഡീഷ, കേരള, ദാമൻ ആൻഡ് ദിയു, ഹരിയാന, ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. ആകെ 10 സ്റ്റേറ്റ്സ് ആണ് പ്രശസ്ത 3 എന്ന 7ാമത്തെ ഗ്രേഡിൽ നിൽക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് 2.0-ൽ ആരാണ് ഉയർന്ന ഗ്രേഡ് നേടിയത്? ചണ്ഡീഗഡ് ആണ് ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള ഈ ഗ്രേഡിംഗിൽ. എന്നാൽ പോലും ചണ്ഡീഗഡ് 5ാമത്തെ സ്ഥാനത്താണ്. അതായത് പ്രശസ്ത 1 എന്ന ഗ്രേഡിംഗിലാണ് ചണ്ഡീഗഡ് ഉള്ളത്. കേവലം ഒരേ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണ് ഈ ഒരു സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ചണ്ഡീഗഡ് ആണ്. അത് കഴിഞ്ഞ പിന്നെ പ്രശസ്ത 2, അതിലും ആരുമില്ല. മുകളിലുള്ള 4 ദക്ഷ, ഉത്കർഷ്, അതി ഉത്തം, ഈ 4 ഗ്രേഡിലും ഒരൊറ്റ സംസ്ഥാനമോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിന് എത്താൻ സാധിച്ചിട്ടില്ല. കേരളമാണെങ്കിൽ 7ാമത്തെ സ്ഥാനത്താണ്. അതായത് പ്രശസ്ത 3-ലാണ്. കഴിഞ്ഞ പെർഫോമൻസിനേക്കാളും കേരളത്തിൻ്റെ പെർഫോമൻസ് ഈ പ്രാവശ്യം കുറവാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഗ്രേഡിങ്ങിൽ ഏറ്റവും പുറകെ നിൽക്കുന്ന, അതായത് ഏറ്റവും ലാസ്റ്റ് ഉള്ള 10 എന്ന ആ ഒരു ഗ്രേഡിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് മേഘാലയയാണ്. ആകാംക്ഷി എന്ന ഏറ്റവും താഴെയുള്ള ഗ്രേഡിലാണ് മേഘാലയയുടെ സ്ഥാനം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ മോദി ഹിസ്റ്റോറിക് വിസിറ്റ് ടു ക്രൊയേഷ്യ. പ്രധാനമന്ത്രി മോദിയുടെ ക്രൊയേഷ്യയിലേക്കുള്ള ചരിത്ര സന്ദർശനം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 1992-ൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ക്രൊയേഷ്യ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 92-ൽ ഇന്ത്യ ക്രൊയേഷ്യ തമ്മിലുള്ള ആ ഒരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രൈം മിനിസ്റ്റർ സന്ദർശിക്കുന്നത് അത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സന്ദർശിച്ച 3 സ്റ്റേറ്റ് ആണ് സൈപ്രസ്, കാനഡ, മൂന്നാമത്തേതാണ് ക്രൊയേഷ്യ. ക്രൊയേഷ്യയിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ 92-ലെ ആ ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് ശേഷം സന്ദർശിക്കുന്ന പ്രൈം മിനിസ്റ്റർ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൊയേഷ്യ സന്ദർശിച്ച ദിവസം 2025 ജൂൺ 18. ഈ കഴിഞ്ഞ ജൂൺ 18, അതായത് ഈ 2 ദിവസം മുമ്പാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ക്രൊയേഷ്യ എന്ന രാജ്യം സന്ദർശിച്ചിട്ടുള്ളത്. ക്രൊയേഷ്യ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് മേഖലയുടെ വികസനത്തിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? പ്രതിരോധം, ഫാർമസ്യൂട്ടിക്കൽ, IT, എഞ്ചിനീയറിംഗ്, ബഹിരാകാശം. ഈ ഒരു സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫോക്കസ് ചെയ്തിട്ടുള്ള ചില ഏരിയസ് ആണ് ഡിഫൻസ്, ഫാർമസ്യൂട്ടിക്കൽ, IT, എഞ്ചിനീയറിംഗ്, സ്പേസ് എന്നിവയെല്ലാം. ഓരോ സന്ദർശന വേളയിലും പ്രൈം മിനിസ്റ്ററിനെ കൂടെ നിരവധി ഡെലിഗേറ്റ്സ് ആണ് പങ്കെടുക്കുന്നത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഓരോ രാജ്യമായിട്ടുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ ബിസിനസ്, എക്സ്പോർട്ടിംഗ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് എല്ലാം നടക്കാറുണ്ട്. ഇതനുസരിച്ച് ഇപ്പോൾ ഇപ്രാവശ്യത്തെ ക്രൊയേഷ്യ രാജ്യത്തെ വിസിറ്റിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഡിഫൻസ്, ഫാർമസ്യൂട്ടിക്കൽ, IT, എഞ്ചിനീയറിംഗ് ആൻഡ് സ്പേസ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ദി ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു ഇവാക്യുവേറ്റ് ഇന്ത്യൻ നാഷണൽസ് ഫ്രം ഇസ്രായേൽ. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് ഓപ്പറേഷന് കീഴിലാണ് ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചത്? ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ഇതനുസരിച്ച് ഇപ്പോൾ ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചത് ഓപ്പറേഷൻ സിന്ധു എന്ന ആ ഒരു ഓപ്പറേഷന്റെ അണ്ടറിലാണ്. ആദ്യം ഏത് രാജ്യത്തു നിന്നുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനാണ് ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത്? ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇത് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതനുസരിച്ച് ഇപ്പോൾ ഇറാനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ധു. ഇതിനെക്കുറിച്ച് ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നു. ഇറാനിലേക്കുള്ള ആ ഒഴിപ്പിക്കൽ അതിനുശേഷം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതായത് ഇസ്രായേൽ പഠിക്കുന്ന ഇസ്രായേലിൽ ഉള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ, അതാണ് ഓപ്പറേഷൻ സിന്ധു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് സെയിൽ സപ്ലൈസ് എൻറ്റയർ റിക്വയർമെന്റ് ഓഫ് സ്പെഷ്യൽ സ്റ്റീൽ ഫോർ ഇന്ത്യൻ നേവീസ് INS അർണാല. ഇന്ത്യൻ നാവികസേനയുടെ INS അർണാലയ്ക്ക് ആവശ്യമായ മുഴുവൻ പ്രത്യേക സ്റ്റീലും സെയിൽ നൽകുന്നു. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു INS അർണാലയുടെ ലോഞ്ചിങ്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഈ ഒരു കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ASWC INS അർണാലയ്ക്ക് ആവശ്യമായ മുഴുവൻ പ്രത്യേക സ്റ്റീലും ഏത് കമ്പനിയാണ് വിതരണം ചെയ്തത്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സെയിൽ. ഇന്ത്യയിലെ ഒരു നവരത്ന കമ്പനിയാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള INS അർണാല എന്ന കപ്പലിന് വേണ്ടിയുള്ള എല്ലാ സ്റ്റീൽ നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS അർണാല ഏത് തീയതിയിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? 2025 ജൂൺ 18. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് INS അർണാല ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. ഇത് 16 ആന്റി സബ്മറൈൻ വാർഫെയറിലെ ആദ്യത്തെ വാർഫെയർ എന്ന കപ്പലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. INS അർണാല ജൂൺ 18 തീയതിയായിരുന്നു. ഇതിനുള്ള കംപ്ലീറ്റ് സ്റ്റീൽ നൽകിയിട്ടുള്ളത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഏത് സ്ഥലത്തെ ചരിത്രപരമായ കോട്ടയുടെ പേരിലാണ് INS അർണാലയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്? മഹാരാഷ്ട്രയിലെ വസായിലെ അർണാല കോട്ട. മഹാരാഷ്ട്രയിലുള്ള വസായ് എന്ന പ്രദേശത്തെ ഒരു കോട്ടയാണ് അർണാല. ഈ ഒരു കോട്ടയുടെ പേരാണ് ഇപ്പോൾ INS അർണാല ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ എന്ന കപ്പലിന് നൽകിയിട്ടുള്ളത്. ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS അർണാല ഏത് തരം എഞ്ചിനാണ് പ്രവർത്തിക്കുന്നത്? ഡീസൽ എഞ്ചിൻ, വാട്ടർ ജെറ്റ് കോമ്പിനേഷൻ എഞ്ചിൻ. INS അർണാല എന്നത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ വാർഷിപ്പിലെ അത്യാവശ്യം വലിയൊരു വാർഷിപ്പാണ്. ഈ ഒരു വാർഷിപ്പിൽ, അതായത് ഈ ഒരു യുദ്ധക്കപ്പിൽ ഡീസൽ എഞ്ചിൻ, വാട്ടർ ജെറ്റ് കോമ്പിനേഷൻ എഞ്ചിൻ ആണ് പ്രവർത്തിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് അനന്ത ചന്ദ്രകാസൻ ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ ബോൺ പ്രൊവോസ്റ്റ് ഓഫ് MIT. MITയിലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ പ്രൊവോസ്റ്റായി അനന്ത ചന്ദ്രകാശൻ. MIT എന്നാൽ എന്താണ്? MIT ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് MIT.
നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മസാച്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പുതിയ പ്രൊവോസ്റ്റ് ഈ നേതൃത്വ പാഠവും വഹിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ പ്രൊഫസർ അനന്ത ചന്ദ്രകാസൻ. MIT എന്നാൽ ഇന്നത്തെ ലോകത്തിന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അത്ര ടഫാണ്. അമേരിക്കയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മസാച്യൂട്ട്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന ലീഡർഷിപ്പിൽ വരുന്ന ഒരു സ്ഥാനമാണ് പ്രൊവോസ്റ്റ്. ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ ആണ് പ്രൊഫസർ അനന്ത ചന്ദ്രകാസൻ. ചെന്നൈ സ്വദേശിയായിട്ടുള്ള പ്രൊഫസർ അനന്ത ചന്ദ്രകാസൻ ആണ് MITയുടെ പ്രൊവോസ്റ്റ് ആയിട്ട് ജൂലൈ 1 തീയതി ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് വേൾഡ് സിക്കിൾ ഡേ ഈസ് ഒബ്സർവ്ഡ് ആനുവലി. ലോക സിക്കിൾ ദിനം വർഷം തോറും ആചരിക്കുന്നു. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോക സിക്കിൾ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ജൂൺ 19. ജൂൺ 19 തീയതിയാണ് ലോക സിക്കിൾ ദിനം ആചരിക്കുന്നത്. ബ്ലഡായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗമാണ് സിക്കിൾ എന്ന രോഗം. പൊതുവെ ഇത് കാണപ്പെടുന്നത് ട്രൈബൽസിലാണ്. ബ്ലഡിൻ്റെ ഫ്ലോ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രോഗമാണ്. ഇത് മറ്റ് ഓർഗൻസിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ് സിക്കിൾ എന്ന അസുഖം. ഈ രോഗം ബ്ലഡിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നാണ്. ഇത്തരത്തിലുള്ള രോഗം മറ്റ് ഓർഗാൻസിനെ ബാധിക്കുകയും വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒന്നാണ് സിക്കിൾ എന്ന രോഗം. ഏതു വർഷത്തോടെ രാജ്യത്ത് നിന്ന് സിക്കിൾ സെൽ അനീമിയ ഇല്ലാതാക്കാൻ ഇന്ത്യ എല്ലാ ശ്രമങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു? 2047 2047 ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ടും സിക്കിൾ എന്ന ആ ഒരു രോഗം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. 2025 ജൂൺ 19 സിക്കിൾ സെൽ രോഗത്തിനുള്ള മരുന്ന് വികസിപ്പിച്ചെടുക്കുന്നതിന് കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്ക് പ്രഖ്യാപിച്ച സമ്മാനം ഏതാണ്? ഭഗവാൻ ബിർസ മുണ്ട സമ്മാനം. ഈ കഴിഞ്ഞ ജൂൺ 19 തീയതി വേൾഡ് സിക്കിൾ ഡേ ഇത് ആചരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ എയിംസ് എന്ന സ്ഥലത്താണ്. ഒപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ഈ രോഗത്തിൻ്റെയും അവയർനെസ് ക്ലാസ് നടന്നിരുന്നു. ഈ ഒരു വേളയിലാണ് കേന്ദ്രമന്ത്രി ദുർഗാദാസ് ഉയിക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സമ്മാനം. അതായത് സിക്കിൾ എന്ന രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നിലയിലാണെങ്കിൽ ഒരേ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ. ഈ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നൽകുന്ന അവാർഡ് ആണ് ഭഗവാൻ ബിർസ മുണ്ട സമ്മാനം. സിക്കിൾ സെൽ അനീമിയ ഇല്ലാതാക്കുന്നതിനുള്ള ദേശീയ ദൗത്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് തീയതിയിലാണ് ആരംഭിച്ചത്? 2023 ജൂലൈ 1. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കഴിഞ്ഞ 2 വർഷം മുമ്പ്, അതായത് 2023 ജൂലൈ 1 തീയതി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ മിഷൻ ആണ് എലിമിനേറ്റ് സിക്കിൾസ് അനീമിയ. ഈ ഒരു പ്രോഗ്രാം അനുസരിച്ച് ഇന്ത്യയിൽ 2047 കൂടി ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷം ജൂൺ 19 വേൾഡ് സിക്കിൾ സെൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.